കേരള വിഷൻ ന്യൂസ് ഇടുക്കി. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ഡൽഹി ചെങ്കോട്ടയിൽ നടന്നത് ചാവേർ ആക്രമണമല്ല എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പൂർണ്ണമായും നിർമ്മിച്ച ബോംബല്ല പൊട്ടിയതെന്നും ബോംബ് സ്ഫോടനത്തിന് സമാനമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഫോറൻസിക് റിപ്പോർട്ടിലാണ് നിർണായക വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. ഡൽഹിയിൽ നടന്നത് ചാവേർ ആക്രമണമല്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇന്നലെയാണ് ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനമുണ്ടാകുന്നത്. 13ഓളം പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനം. എന്നാൽ അതിപ്പോൾ ചാവേർ ആക്രമണമല്ല എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. പൂർണ്ണമായും നിർമ്മിച്ചൊരു ബോംബല്ല പൊട്ടിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബോംബ് സ്ഫോടനത്തിന് സമാനമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഫോറൻസിക് റിപ്പോർട്ടിലാണ് ഇത്തരത്തിലൊരു നിർണായക വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, ആദ്യഘട്ടങ്ങളിൽ ചാവേർ ആക്രമണമെന്ന നിഗമനങ്ങൾ പിന്നീട് ശരിവെക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നു. എന്നാൽ NIA അടക്കം നടത്തിയ കൃത്യമായ അന്വേഷണത്തിന് ശേഷമാണോ ഇപ്പോൾ ചാവേർ ആക്രമണമല്ല എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നത്? കാർത്തു, ഇന്നലെ ആദ്യഘട്ടത്തിൽ ഈ ഒരു സ്ഫോടനം നടക്കുന്ന സമയത്ത് തന്നെ എന്താണ് സംഭവിച്ചത് എന്നതിൽ വലിയ വ്യക്തതക്കുറവുണ്ടായിരുന്നു. അതിനുശേഷം NIA, അതുപോലെ തന്നെ NSG, ഫോറൻസിക് വിഭാഗം, അതുപോലെ തന്നെ മറ്റ് ദേശീയ ഏജൻസികൾ എല്ലാവരും തന്നെ അവിടെ എത്തി അന്വേഷണം ഏറ്റെടുത്തിരുന്നു. അതിൽ സംഭവ സ്ഥലത്ത് നടത്തിയ ഫോറൻസിക് പരിശോധന അടക്കമുള്ള പരിശോധനകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു ചാവേർ ആക്രമണത്തിൻ്റെ രീതിയിലുള്ള ആക്രമണമല്ല അവിടെ നടന്നിരിക്കുന്നത് എന്നാണ് ഫോറൻസിക് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. കാരണം പൂർണ്ണമായി നിർമ്മിച്ച ഒരു ബോംബല്ല പൊട്ടിയത്. ഈ സ്ഫോടക വസ്തുക്കൾ, അതായത് ഒരു ബോംബായി എക്സ്പ്ലോസീവ് ഡിവൈസ് എന്ന രീതിയിൽ നിർമ്മിച്ച ഒരു ബോംബല്ല, മറിച്ച് സ്ഫോടക വസ്തുക്കളുടെ ഒരു കൂട്ടം അത് ഒരു ക്രമമില്ലാതെ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തൽ. ഇതിന് കാരണമായി പറയുന്നത്, സാധാരണയായി ഇത്രയധികം തീവ്രതയുള്ള ഒരു ബോംബ് കാറിനുള്ളിൽ ഇരുന്ന് പൊട്ടുകയാണെങ്കിൽ ഉണ്ടാകേണ്ട നാശനഷ്ടങ്ങളുടെ തീവ്രത ഇതല്ല എന്നാണ് പറയുന്നത്. സമീപത്തുള്ള വാഹനങ്ങൾ കത്തി നശിക്കുകയാണ് നിലവിൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ ഒരു കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ഒരു കാറിനുള്ളിൽ ഇരുന്ന് ഇത്രയും ശേഷിയുള്ള ഈ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ബോംബ് പൊട്ടുകയാണെങ്കിൽ ഈ തീവ്രതയിലല്ല, സമീപത്തുള്ള നാശനഷ്ടങ്ങൾ ഇത്രയല്ല വരികയുള്ളൂ. കൂടുതൽ തീവ്രമായിട്ടുള്ള ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഒരു ബോംബ് പൊട്ടുകയാണെങ്കിൽ പ്രധാനമായും ഈ ബോംബിൻ്റെ അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച വസ്തുവിൻ്റെ ചീളുകൾ, അതുപോലെ തന്നെ പ്രൊജക്ടൈലുകൾ എന്നറിയപ്പെടുന്ന ഭാഗങ്ങൾ കണ്ടെടുക്കാൻ കഴിയും. മിസൈലുകൾ, ബോംബുകൾ, ഷെല്ലാക്രമണം പോലുള്ള സന്ദർഭങ്ങളിലെല്ലാം അവയെ വേർതിരിച്ചറിയാൻ കഴിയുന്ന ഒന്നാണ് ഈ സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുക്കുന്ന ചീളുകൾ അല്ലെങ്കിൽ പ്രൊജക്ടൈലുകൾ, അതായത് പൊട്ടിത്തെറിച്ച വസ്തുവിൻ്റെ ചീള് ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒന്നും തന്നെ കണ്ടെടുക്കാൻ ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഇന്നലെ തന്നെ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഇന്നത്തെ വിശദമായ പരിശോധനയ്ക്ക് ശേഷവും ഈ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചവരുടെ ദേഹത്ത് നിന്ന് പോലും ഇത്തരത്തിലുള്ള ചീളുകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സംഭവ സ്ഥലത്ത് നിന്നും ഇത്തരത്തിലുള്ള ചീളുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രൊജക്ടൈലുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഈ വളരെയധികം സമ്മർദ്ദത്തിലുള്ള ഒരു വസ്തു പൊട്ടിത്തെറിക്കുമ്പോൾ പുറത്തേക്ക് തെറിക്കുന്ന വളരെ ചെറിയ കഷ്ണങ്ങളാണ് ഈ ചീളുകൾ അല്ലെങ്കിൽ പ്രൊജക്ടൈലുകൾ. അത്തരത്തിലുള്ള ഒന്നും തന്നെ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെയാണ് ഇപ്പോൾ പൂർണ്ണമായും നിർമ്മിച്ച ഒരു ബോംബല്ല പൊട്ടിയതെന്ന നിഗമനത്തിലേക്ക് ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഏജൻസികൾ എത്തിയിരിക്കുന്നത്. ഇവർ പറയുന്നതനുസരിച്ച് ഒരു ചാവേർ ആക്രമണം എന്ന് പറയുമ്പോൾ കൃത്യമായും ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം അവർ ഉന്നം വെച്ചിട്ടുണ്ടാകും. ആ ലക്ഷ്യത്തിലേക്ക് വാഹനം ഇടിപ്പിച്ച് കയറ്റിയോ അല്ലെങ്കിൽ ഇയാൾ നേരിട്ട് ചെന്ന് ആ ലക്ഷ്യത്തിനുള്ളിൽ വെച്ച് സ്വയം പൊട്ടിത്തെറിക്കുകയോ ആണ് ചെയ്യാറ്. ഇത് ഒരു സിഗ്നലിൽ നിർത്തിയിട അല്ലെങ്കിൽ ഒരു സിഗ്നലിലേക്ക് അബദ്ധത്തിലെത്തിയ കാറാണ് പൊട്ടിത്തെറിച്ചത്. മാത്രമല്ല, ഈ സ്ഫോടനം നടക്കുന്ന സമയത്തും കാറ് നീങ്ങുന്നുണ്ടായിരുന്നു. സിഗ്നലിനടുത്ത് സുഭാഷ് മാർഗ് പാർക്കിലെ ആ സിഗ്നലിനടുത്തെത്തിയപ്പോൾ സ്വാഭാവികമായും റെഡ് ലൈറ്റ് തെളിഞ്ഞപ്പോൾ ഈ കാറ് വേഗം കുറച്ചു. പക്ഷേ വേഗം കുറച്ചു എങ്കിലും ആ സമയത്ത് സ്ഫോടനം നടത്താനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു എങ്കിൽ ഈ കാറ് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് അയാൾ ഓടിച്ച് കയറ്റിയേനെ. എന്നാൽ അത്തരത്തിലുള്ള ഒന്നും തന്നെ കണ്ടില്ല. അയാൾ ആ റെഡ് ലൈറ്റിൽ നിർത്താൻ തന്നെയായിരുന്നു ശ്രമിക്കുന്നുണ്ടായിരുന്നത്. ഈ സ്ഫോടനം നടക്കുമ്പോഴും കാറ് വളരെ പതിയെയാണെങ്കിലും നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനർത്ഥം കാറിനുള്ളിൽ
റോഡിലിരുന്ന് അത് അബദ്ധത്തിൽ പൊട്ടിയതാണ്. അതായത് ഇത്തരത്തിലൊരു റെഡ് ലൈറ്റ് ഉണ്ടായപ്പോൾ കാറ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അബദ്ധത്തിൽ പൊട്ടിയതായിരിക്കാം എന്നാണ് കരുതുന്നത്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷൻ അല്ലെങ്കിൽ ചാന്ദിനി ചൗക്ക് മാർക്കറ്റ് അതല്ലെങ്കിൽ ചെങ്കോട്ട അടക്കമുള്ള ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് അയാൾ കാർ ഓടിച്ചു കയറ്റിയേനെ. ഇത് മറ്റെവിടേക്കോ പോകാനുള്ള ഒരു പദ്ധതിയിലായിരുന്നു എന്നാണ് ഇപ്പോൾ കരുതുന്നത്. അതിനാലാണ് ഈ കാറ് വേഗം കുറച്ചാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ഈ ജമ്മു കശ്മീരിലെ 2 ഡോക്ടർമാർ പിടിയിലായ സംഭവത്തെ തുടർന്ന് ഫരീദാപൂർ, സഹാറൻപൂർ, ഉത്തർപ്രദേശ് തുടങ്ങിയ നിരവധി ഇടങ്ങളിൽ വലിയ രീതിയിൽ തിരച്ചിൽ നടക്കുകയും റെയ്ഡ് നടത്തുകയും സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട പ്രതിയുടെ കൂട്ടാളികളെന്ന് കരുതപ്പെടുന്ന 3 ഡോക്ടർമാരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ഈ പ്രതി സമ്മർദ്ദത്തിലായിരുന്നു. അതായത് ഇത്തരത്തിൽ ഈ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതോടുകൂടി അന്വേഷണം തങ്ങളിലേക്ക് എത്തുമെന്നുള്ളൊരു ഭയം അല്ലെങ്കിൽ ആ ഒരു സമ്മർദ്ദത്തെ തുടർന്ന് ധൃതിയിൽ ചെയ്തതാണ് ഈ ഒരു സ്ഫോടക വസ്തുക്കൾ മാറ്റൽ. അതിനിടയിലാണ് ഇത് പൊട്ടിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കരുതുന്നത്. പ്രത്യേകിച്ചും പിടിയിലായേക്കും എന്നുള്ളൊരു ഭയത്തെ തുടർന്ന് എത്രയും വേഗം എന്താണോ പദ്ധതി ഇടുന്നുണ്ടായിരുന്നത്, എന്തിനാണോ ആസൂത്രണം നടത്തുന്നുണ്ടായിരുന്നത്, അത് വളരെ പെട്ടെന്ന് ചെയ്തേക്കാം പെട്ടെന്നുള്ളൊരു ഇമ്പൾസീവ് ആക്ഷൻ്റെ പുറത്ത് ഈ സ്ഫോടക വസ്തുക്കളുമായി പോകവേ അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള നിഗമനം. എന്തായാലും നടന്നതിനെ ഒരു ചാവേർ ആക്രമണം എന്ന് പറയാൻ കഴിയില്ല, മറിച്ച് IED എന്ന് നമ്മൾ വിളിക്കുന്ന സ്ഫോടക വസ്തുക്കളുടെ ഒരു കൂട്ടം അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചതാകാം എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും നിലവിൽ ഇത് പ്രാഥമിക ഫോറൻസിക് റിപ്പോർട്ടാണ് കാർത്തു. ശരി, ഡൽഹിയിൽ നടന്നത് ചാവേർ ആക്രമണമല്ല എന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. പൂർണ്ണമായും നിർമ്മിച്ച ബോംബല്ല പൊട്ടിയതെന്നും ബോംബ് സ്ഫോടനത്തിന് സമാനമായ നാശനഷ്ടങ്ങൾ ഇല്ല എന്നുമാണ് പുറത്തു വരുന്ന ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നത്. ഡൽഹിയിൽ ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനമാണ് ചാവേർ ആക്രമണമല്ല എന്ന റിപ്പോർട്ടിലേക്ക് എത്തി നിൽക്കുന്നത്.